ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകരി. നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നൊരാളെ തടയുന്നു. അങ്ങനെ തടയുന്നില്ലെങ്കിൽ നിസ്കാരത്തിന് എന്തോ തകരാറ് പറ്റി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ വാചകത്തിന് തകരാറൊന്നുമില്ല, നിസ്കാരത്തിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. നിസ്കരിക്കുന്നുണ്ട്, ഈ വൃത്തികേടൊക്കെ ഉണ്ട്. എന്തുമാത്രം അപകടം! മദ്യം വിൽക്കുന്ന ആളുകൾ പണമുണ്ടാക്കാൻ പറ്റിയൊരു വഴിയാ ബ്ലൂ ഫിലിം വിൽക്കൽ. അടുത്തൊരു പത്രത്തിൽ കണ്ടില്ലേ, ഒരു ചങ്ങാതി നമ്മുടെ കേരളത്തിൽ നിന്നൊരു മാപ്പിള, നമ്മളൊക്കെ വായിച്ചതായിരിക്കും ഞാൻ പറയുന്നില്ല, ഒരു മാപ്പിള കേരളത്തിൽ വിസിറ്റിന് വന്നവനാ. അവന് വിസയും കൂടിയില്ല. ഇവിടെ പണി എന്താ? പണി ദുബായിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് നല്ല ചില്ലറ വിലക്ക് CD വാങ്ങുക, ഒരു ബ്ലൂ ഫിലിം എടുത്ത് ഇങ്ങനെ 5 റുപ്യക്ക് വിൽക്കലാണ് ഈ പഹയന്റെ പണി. പിടിച്ചില്ലേ അവനെ? ഇത്തരക്കാരാണ് ഈ സമുദായത്തെ ദുഷിപ്പിക്കുന്നത്, ഇത്തരക്കാരാണ് ഈ സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. അങ്ങനെ വൃത്തികേടായ കാര്യങ്ങൾ അത് വാങ്ങാൻ കുറെ ആൾക്കാരുണ്ടായിട്ടല്ലേ ഇത് വിൽക്കാൻ ഇവനെ പറ്റുന്നത്. 5 അല്ല 10 വേണമെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞിട്ടാ വാങ്ങുന്നത്. എന്നിട്ട് ഇത് കാണുക, അത് രസിക്കുക, ആ നിലക്കത് പ്രചരിപ്പിക്കുക, വൃത്തികേടുകൾ ഒരു സമുദായത്തിൽ പ്രചരിപ്പിക്കുക. ഇബ്ലീസ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു. നിഷ്പ്രയാസം മുസ്ലിം വീടുകളെ ഏറ്റവും വലിയ അരാജകത്വത്തിലേക്ക് തള്ളിയിടാൻ ഇബ്ലീസ് കണ്ട എളുപ്പ വഴിയാണത്. അതിങ്ങനെ ഏത് നിലക്കും അതിന് നമ്മുടെ വീടുകളിൽ നിന്ന് സ്വീകാര്യതയുണ്ട്. സചിത്ര വാരികകളുണ്ട്, മാസികകളുണ്ട്. ഉടുതുണി ഉരിഞ്ഞിട്ടുള്ള പെണ്ണിന്റെ പടമില്ലാത്ത പത്രങ്ങളുണ്ടോ? കളർ ഫോട്ടോയിൽ മനുഷ്യന്റെ മനസ്സിനെ മോഹിപ്പിക്കുന്ന നിലക്ക് ടാബ്ലോയിഡുകൾ, സചിത്ര വാരികകൾ, മാസികകൾ, അത് നമ്മുടെ വീടുകളിലേക്ക് കാശും കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് വായിക്കാനിട്ട് കൊടുക്കുകയാണ്. മുസ്ലിമേ, അള്ളാഹു നിനക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള നിന്റെ വീട്ടിൽ ഈ ഹറാമിന്റെ ചിത്രങ്ങളുള്ള പത്രങ്ങൾ വേണോ? മാസികകൾ വേണോ? വാരികകൾ വേണോ? മരിച്ചു പോകണം എന്ന ചിന്തയുള്ള മുഅ്മിനീങ്ങളോടാണ് സംസാരം. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്ക് ഉപകാരം ചെയ്യും നബിയേ, അതുകൊണ്ട് ഉത്ബോധനം നടത്തിക്കോളൂ, ഉത്ബോധനം നിർത്തിവെക്കരുത്. ഇത് ചെയ്യുന്നവര് കണ്ടമാനുണ്ട്, പറയുന്നവരൊക്കെ പിന്തിരിപ്പന്മാരാവുന്ന വിചാരിച്ചത് പറയാതിരുന്നാലോ? ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഇത് പറയാതിരിക്കാൻ പറ്റുമോ? വൃത്തികേടിന്റെ ഒരു മജ്‌ലിസിൽ ഇരുന്നു കൊടുക്കാൻ വരെ പാടില്ല എന്നാ പറഞ്ഞത്. ഓർമ്മല്ലാതെ എങ്ങാനും ഇരുന്നു കൊടുത്താൽ ഓർമ്മ വന്ന ഉടനെ സ്ഥലം കാലിയാക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമമാ പറയുന്നത്. ആരുടെയും മൊത്തം നിയമം പറയല്ല, പടച്ചതമ്പുരാൻ പഠിപ്പിച്ച നിയമമാണ്. സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ ആയത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. وَإِذَا رَأَيْتَ നീ കണ്ടാൽ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا നമ്മുടെ വചനങ്ങളെ അതിൽ പരിഹാസം ചേർത്തുകൊണ്ട് അതിനെ അവതരിപ്പിക്കുന്ന കക്ഷികൾ, അള്ളാഹുവിന്റെ നിയമാവലികളെ പരിഹസിക്കുന്ന കക്ഷികൾ, ആ നിലക്ക് ഇസ്ലാമികമായ കാര്യങ്ങളെ പരിഹസിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന കക്ഷികളെ കണ്ടാൽ ഫഅഅ്രിദ് അൻഹും, അത്തരക്കാരിൽ നിന്ന് നീ തിരിഞ്ഞു വയ്ക്കോ. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത മറ്റ് മജ്‌ലിസുകളിലേക്കും അല്ലാതെ അവിടെ നീ ഇരുന്നു കൊടുക്കരുത്. എന്നിട്ട് മുസ്ലിം ഇങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടും ഓസി കിട്ടിയതാണ്, ടിക്കറ്റ് ഒന്നും വേണ്ട, ഫ്രീ ആണെന്നാ, കുടുംബസമേതം കിട്ടി. ഇതിനാ പോയിരുന്നു ഈ കൂത്ത് കാണാൻ. ഈ കൂത്ത് കാണാൻ ഇസ്ലാമിനെ പരിഹസിക്കുന്ന മജ്‌ലിസിൽ ഇരുന്നു കൊടുക്കുന്ന മുസ്ലിമേ, റബ്ബിന്റെ കലാമായി പറയുന്നത് നീ അവിടെ ഇരിക്കാൻ പാടില്ല, നീ അതിൽ പങ്കെടുക്കാൻ പാടില്ല. അറിയാതെ എങ്ങാനും നീ ഒരു സദസ്സിൽ പോയി പെട്ടാലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ, അറിഞ്ഞില്ല ഇവിടെ അതാ നടക്കണത്, വേറെന്തൊക്കെ പേരിലാ വിളിച്ചത്, ഇഫ്താറാന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്, അല്ലെങ്കിൽ പെരുന്നാൾ സൗഹൃദം എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്. ചെന്ന് നോക്കുമ്പോഴാ അവിടെ ഇങ്ങനെയൊക്കെ പരിപാടി എന്ന് മനസ്സിലായത്. നീ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വന്നില്ലേ, നീ പാണ്ടി ഇരുന്നു കൊടുക്കന്നെ. അങ്ങനെയാണോ അള്ളാഹു പറയുന്നത്? വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. ശൈത്താൻ നിന്നെ മറപ്പിച്ച് കളഞ്ഞ് നീ അവിടെ പോയി ഇരുന്ന് കളഞ്ഞെങ്കിൽ ഫലാ തഖഉദ് ബഅദ ദിക്റാ, ഓർമ്മ വന്നാൽ പിന്നെ നീ അവിടെ ഇരുന്ന് കൊടുക്കരുത്. മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളോടൊപ്പം നീ ഒരിക്കലും ഇരുന്നു കൊടുക്കരുത്. എത്ര വളരെ കണിശമായ നിയമമാണ്, എത്ര വളരെ കണിശമായ ശക്തമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിന്റെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഈ രൂപത്തിലുള്ള എല്ലാ തോന്നിയാസങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ ദുഷിപ്പിക്കുകയാണ് നമ്മുടെ പലിശ.
പലിശയുടെ ഭീകരമായ കരാളഹസ്തത്തിൽ ഞെരിഞ്ഞമരാത്തവരായിട്ട് ആരും തന്നെയില്ല. വളരെയേറെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടില്ലേ? ദിർഹമു റിബൻ യഅകുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയാ. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവം, എത്ര ഗൗരവമാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ പറയുന്നത്? ദിർഹമു റിബൻ, പലിശയുടെ ഒരു ദിർഹം, പലിശയുടെ ഒരു ദിർഹം. യഅകുലുഹു റജുലു, ഒരാൾ അത് തിന്നുന്നു. വഹുവ യഅലമു, അത് പലിശയാണെന്ന് അവൻ അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരാൾ പലിശയുടെ ഒരു ദിർഹമെങ്കിലും ഭക്ഷിക്കുന്നത് അശദ്ദു മിൻ 36 സനിയാ, 36 വ്യഭിചാരത്തിന് തുല്യമാണ്. 36 വ്യഭിചാരത്തെക്കാൾ അശദ്ധാണെന്ന് പറയുമ്പോ എത്രമാത്രം ഗുരുതരമാണ്. അരിബാ സലാസത്തും വസബഊന ബാബാ ഐസറുഹാ മിസ്ല അൻ യൻകിഹ റജുലു ഉമ്മഹു. മറ്റൊരു വചനം നോക്കൂ. പലിശ എന്ന് പറയുന്നത് 1073 ദറജകളാണ്. 1073 തരത്തിലുണ്ട് പലിശകൾ വരൽ. അങ്ങനെ 1073 രൂപത്തിലുള്ള കവാടങ്ങൾ അതിലുണ്ട്. അതിലേറ്റവും ലളിതമായി നമുക്ക് തോന്നുന്നതിന്റെ വരെ ഗുരുതരം എത്രയാണ്? മിസ്ല അൻ യൻകിഹ റജുലു ഉമ്മഹു, ഒരാൾ തന്റെ സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യമാണ്. ശാപമാണ്, ശാപമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പലിശയുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് നാം ഭക്ഷിക്കാതെ, നമ്മുടെ മക്കളെ ഭക്ഷിക്കാതെ, അള്ളാഹുവിങ്കൽ നിന്ന് സ്വതക്കയുടെ കൂലിയൊന്നും കിട്ടില്ല. പക്ഷേ ഞാനത് ഭക്ഷിച്ചിട്ടില്ല റബ്ബേ, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല, എൻ്റെ പുരപ്പണിയിൽ ഞാനത് ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ ബാങ്കിൽ എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നത്, ഈ കാലഘട്ടത്തിൽ എനിക്ക് പണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിൽ വെക്കാൻ പറ്റില്ലല്ലോ. കള്ളന്മാരുള്ള ലോകമല്ലേ, സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ബാങ്കിൽ വെച്ചതാണ്. ഞാൻ ഒരിക്കലും പലിശ മോഹിച്ച് വെച്ചതല്ല. അതിൽ നിന്ന് കിട്ടിയത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നീ എവിടെ നിന്നാടോ പണമുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ റബ്ബേ ഞാനത് കഴിച്ചിട്ടില്ല, ഞാനതൊരാൾക്കും നൽകിയിട്ടില്ല, കഴിപ്പിച്ചിട്ടില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന നിലക്ക് ആശ്വസിക്കാൻ വേണ്ടി നമ്മളത് എടുത്ത് വേറെ ഏതെങ്കിലും മാർഗത്തിലേക്ക് അങ്ങ് ചെലവഴിച്ച് ഒഴിവാക്കുക എന്നതാണ് നമ്മൾ അതിന് ഏറ്റവും കരുണീയ മാർഗമെന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നു. ചിലർ പറയുന്നത് ബാങ്കിൽ വാങ്ങുന്ന വേണ്ട. രണ്ടഭിപ്രായമുണ്ട്. എന്തായാലും എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹം എന്താണ്? പലിശ തിന്നരുത് എന്ന്, അത് ഉപയോഗിക്കരുത്. ചിലർ പറഞ്ഞ് വീട്ടിലെ കക്കൂസ് കെട്ടാൻ പലിശപ്പണം ഉപയോഗിക്കാൻ. പൊട്ടന്മാർ. പലിശപ്പണം കൊണ്ട് കക്കൂസ് കെട്ടാം, അത് കുഴപ്പമില്ല, അത് കക്കൂസാണല്ലോ. ഈ ഒന്നിനും പറ്റില്ല സഹോദര, നിന്റെ ഒരു കാര്യത്തിനും പറ്റില്ല. നികുതിപ്പണം അടക്കാനും പറ്റൂല, അതിനും പറ്റൂല. കസ്റ്റംസ് നിനക്ക് നികുതി ഏർപ്പെടുത്തുകയാണ്, അതിനും പറ്റൂല, ഒന്നിനും പറ്റൂല. പിന്നെ എന്തിനാണ് പറ്റുക? ഏതെങ്കിലും ആളുകൾക്കാണ് കൊടുത്തൊഴിവാക്കുക. പാവങ്ങളുണ്ടാവും, കുറെ ആളുകൾ കഷ്ടപ്പെടുന്നവർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു ഫത്വയായിട്ട് കണക്കാക്കരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നമ്മളൊക്കെ പ്രവാസികളാണ്, ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണ്. ഉള്ള കാശിന് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാകും. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത്. ഇത് വാങ്ങി ബാങ്കിൽ നിന്ന് പോകുമ്പോൾ പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിൽ എറിയാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ചെയ്യാവുന്നതിൽ 100% കുറ്റമില്ലാത്ത വഴിയാണെന്നും പറഞ്ഞിട്ടല്ല പറയുന്നത്. അള്ളാഹുവേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന് സമാധാനിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ അത് ഏതെങ്കിലുമൊക്കെ മാർഗത്തിലേക്ക്, സ്വതക്കന്റെ പുണ്യൊന്നും കിട്ടൂല. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അള്ളാഹു പരിശുദ്ധനാണ്, ശുദ്ധമായ മുതലല്ലാതെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. സ്വതക്കന്റെ കൂലിയൊന്നും കിട്ടൂല. പക്ഷേ പലിശ തിന്നിട്ടില്ലല്ലോ. പലിശ തിന്നുന്ന ആളുകളുടെ ഗൗരവം എത്രയാണ്! രക്തപ്പുഴയിലാണ് അവർ നീന്തി തുടിക്കുന്നത്. മഹ്ശറിൽ വയറാകെ വീർത്തുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു ഭീകരമായ രൂപത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ സാമ്പത്തിക മേഖലയെ ശുദ്ധീകരിക്കുക. പലിശ വരാതെ കഴിയുന്നത്ര നാം അതിൽ നിന്ന് ഒഴിവാവുക. അറിഞ്ഞുകൊണ്ട് പലിശയുടെ ഒരു ദിർഹമെങ്കിലും കഴിക്കുന്നത് എത്രയോ വ്യഭിചാരങ്ങളെക്കാൾ കഠിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നാം ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കണം. ലോട്ടറിക്ക് വേണ്ടി മത്സരിക്കുന്ന ലോകമാണിത്. എവിടെ ലോട്ടറി ഉണ്ടോ അവിടെ മുസ്ലിം ഉണ്ട് എന്നിടത്തേണ്. വരൂ, രാജാവാകാൻ, കോടികളുടെ അധിപതിയാകാൻ വരൂ എന്ന് മീഡിയകളിൽ പരസ്യം കാണുമ്പോൾ കുത്തൊഴുക്കാണ് മാപ്പിളമാരുടെ. എന്തിന്? രാജാവാകാൻ, കോടികളുടെ അധിപനാകാൻ. വേണ്ട. ഈ ധനമോഹം നമ്മെ എവിടേക്കാണ് എത്തിക്കുക? ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് സർവ്വ ലോട്ടറികളും. ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ലോട്ടറികൾ. ആ നിലക്കുള്ള മൈസറുകൾ, ചൂതാട്ടങ്ങൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുദ്ധീകരണത്തിൻ്റെ
ഒരുപാട് വശങ്ങൾ വിശദീകരിക്കാനുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. പലരും രാത്രിയിലെ നമസ്കാരത്തിന് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഞാനിത് സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാഥ, എല്ലാവിധത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് രക്ഷ നൽകണം റഹ്മാനെ. അർഹമുർ-റാഹിമീനായ നാഥ, ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവേ, എല്ലാവിധത്തിലുള്ള വൃത്തികേടുകളിൽ നിന്ന്